പൊളിയാണ് കേട്ടോ, പൊളി. സൂപ്പറായിട്ടുണ്ട്. ചിക്കനേക്കാളും നല്ല ടേസ്റ്റുള്ള മീറ്റാണ് ടർക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. ഹായ് മച്ചന്മാരെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടർക്കിയാണ് മേടിച്ചേക്കുന്നത്. ടർക്കി കൊണ്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക്. ഓക്കെ. ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഇത് കഴുകേണ്ട ആവശ്യമില്ല, ഓൾറെഡി കുക്ക് ചെയ്യാനുള്ള പാകത്തിൽ പാക്കാക്കി വന്നതാണ്. അപ്പോൾ നമ്മളൊരു സമാധാനത്തിന് വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇനി അടുത്ത പരിപാടി നോക്കാം. ഓക്കെ. നമ്മളെടുത്തേക്കുന്നത് ആവശ്യത്തിന് സവാള, തക്കാളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, പച്ചമുളക്. അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒലീവ് ഓയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒലീവ് ഓയിൽ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാം. ഓക്കെ. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കരിവേപ്പില ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വച്ചേക്കുന്ന ചെറുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ചെറുള്ളി നമ്മൾ എന്തിലിട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒടുക്കത്തെ ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ചെറുള്ളി ഇല്ലായിരുന്നു സാധനം, നമ്മൾ കടയിൽ പോയിട്ട് ഇപ്പോൾ മേടിച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണ്. ഒരു കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പ്. സവാള ഏകദേശം പരിവാകുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇതിലേക്ക് കരിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മസാലകൾ വേണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാൻ പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ക്രഷ്ഡ് ചില്ലി. അപ്പോൾ ഈ പറഞ്ഞ മസാലകളെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചൂടാക്കിയ മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇത് പോരാ മസാല, നമുക്ക് കുരുമുളകാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളകും കൂടി ആഡ് ചെയ്യണം. കുറച്ചും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് വാങ്ങിച്ച് ടർക്കി ആഡ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ടർക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 1/2-3/4 മണിക്കൂർ വേവിച്ചെടുക്കാം. ഇത് ചിക്കനേക്കാളും കൂടുതൽ വേവ് ആവശ്യമുണ്ട്. കൂടുതൽ സമയം എടുത്തിട്ടാണ് ഇത് വേവുക. അപ്പോൾ നമുക്ക് ഒരു 3/4 മണിക്കൂർ, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി എടുത്തിട്ട് നമുക്ക് പെപ്പർ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ടർക്കി ഏകദേശം വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അത് മീറ്റിലുള്ള വെള്ളം തന്നെയാണുള്ളത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക്, അതായത് ഇതുപോലത്തെ 2 ടീസ്പൂണ് വേണമെന്ന് നമുക്ക് ആഡ് ചെയ്യാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അത് എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറും കിട്ടും, നല്ലൊരു ടെക്സ്ചറിങ്ങും ആവും ഇതിന്. അതിന് വേണ്ടിയിട്ടാണ്.
ഇനി ഉപ്പ് ആവശ്യത്തിന് ഇനി നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ലാസ്റ്റ് ഒരു ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില, ഇതിൻ്റെ ഭംഗിക്കും ചെറിയൊരു ഫ്ലേവറിനും കൂടി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല നാടൻ മട്ട അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറുണ്ട്. അതിലേക്ക് നമുക്ക് ടർക്കിയുടെ ഈ റോസ്റ്റ് ഇട്ട് കഴിക്കാം. എടുത്ത് കഴിച്ചാലോ. കുറച്ച് ഗ്രേവി എടുത്ത് പൊളിയാണ് കേട്ടോ, പൊളി. സൂപ്പറായിട്ടുണ്ട്. ചിക്കനേക്കാളും നല്ല ടേസ്റ്റുള്ള മീറ്റാണ് ടർക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.